കോതമംഗലം നഗരസഭ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് UDF ആരോപിച്ചു. കഴിഞ്ഞ 5 ബജറ്റുകളിലും പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നടപ്പിലാക്കാൻ കഴിയാത്ത LDF ഭരണസമിതിയിലും ചെയർമാനിലും നഗരത്തിലെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും UDF പറഞ്ഞു. നഗരസഭയുടെ സ്വപ്ന പദ്ധതികളായിരുന്ന മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ്, കോതമംഗലം ടൗൺ ഹാൾ എന്നിവയ്ക്ക് വേണ്ടി നാളിതുവരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഭരണസമിതിയാണ് ഇതെന്നും UDF നേതാക്കൾ കുറ്റപ്പെടുത്തി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നിലച്ചുപോയതും പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരാൾക്ക് പോലും വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയാത്തതും, നഗരസഭയിലെ ബഹുഭൂരിപക്ഷം റോഡുകളും മെയിന്റനൻസ് നടത്താൻ കഴിയാത്തതും, സ്ട്രീറ്റ് ലൈറ്റുകൾ സമയബന്ധിതമായി കരാർ ചെയ്ത് മെയിന്റനൻസ് ചെയ്യാത്തതും ഭരണസമിതിയിലെ അംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണെന്ന് UDF ആരോപിച്ചു. LDF ഘടകകക്ഷി കൌൺസിലർമാരായ CPI, കേരള കോൺഗ്രസ് കക്ഷികളിലെ അംഗങ്ങൾ ബജറ്റ് അവതരണത്തിൽ പങ്കെടുക്കാത്തത് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണെന്ന് UDF ആരോപിച്ചു. ചെയർമാൻ അവതരിപ്പിച്ച ബജറ്റ് കേരളം രാഷ്ട്രീയ പ്രസംഗം മാത്രമായി ഒതുങ്ങിയതായും 4 വർഷം കൊണ്ട് കോതമംഗലം നഗരത്തെ 4 പതിറ്റാണ്ട് പിന്നോട്ടടിക്കുന്ന തുഗ്ലക് ഭരണപരിഷ്കാരമാണ് LDF ഭരണസമിതി നടത്തിയതെന്നും UDF ആരോപിച്ചു. കുറച്ച് വികസന കാര്യത്തെക്കുറിച്ചെല്ലാം ചെയർമാൻ ഘോരം വായിക്കുകയുണ്ടായി. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ നടപ്പാക്കപ്പെട്ടിട്ടുള്ള സംഗതികളല്ല. ആദ്യമായിട്ട് 4.5 വർഷമായിട്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ പരാജയമാണ്. സമയാസമയങ്ങളിൽ ഇവർ ടെൻഡർ ചെയ്യുകയോ അത് നല്ല റെക്കഗ്നൈസ്ഡ് കമ്പനിക്ക് അത് ഇഷ്യൂ ചെയ്യുകയോ ചെയ്യാത്ത രീതിയിൽ ആരെങ്കിലുമൊക്കെ പിടിച്ച് സാധനം ഏൽപ്പിച്ച് ഒന്നും ചെയ്യാത്തൊരു പരിസ്ഥിതിയിൽ ഈ പട്ടണം ഇരുട്ടിൽ പോയ അവസ്ഥയാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള പെൻഡിങ് ആയിട്ടുള്ള ബില്ല് പോലും അവർ കൊടുത്തു തീർത്തിട്ടില്ല എന്നതുകൊണ്ട് ഇവിടുത്തെ വർക്ക് എടുക്കാനായിട്ട് കോൺട്രാക്ടേഴ്സ് ഇല്ല. അതുകൊണ്ട് ആ പറയുന്ന സംഗതികളെല്ലാം ലാപ്സായിപ്പോയി. അപ്പോൾ യാതൊരു സാധ്യതയില്ലാത്ത പ്രോജക്റ്റുകൾക്ക് പൈസ വയ്ക്കുകയും സാധ്യതയുള്ള പ്രോജക്റ്റുകൾ പൈസ വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ബഡ്ജറ്റിൽ കൂടി ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. UDF കൌൺസിലർമാരായ AG ജോർജ്, ഷമീർ പനക്കൽ, സിജു എബ്രഹാം, ഭാനുമതി രാജു, ഷിബു കുര്യാക്കോസ്, റിൻസ് റോയ്, സിന്ധു ജിജോ, നോബ് മാത്യു, ബബിത മത്തായി, പ്രവീണ ഹരീഷ്, നിഷാദ് ഡേവിസ്, ലിസി ജോസ്, സൈനുമോൾ, രാജേഷ്, ഏലിയമ്മ ജോർജ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.